ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യപ്പ വിളക്ക് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അത്. ഇന്നാണ് കേട്ടോ ഏട്ടൻ്റെ കെട്ടുന്നറ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കെട്ടുന്നറയുടെ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തന്നെയാണ് കെട്ടുന്നറ നടത്താറെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും പഴവും പപ്പടവും ആയിരുന്നു ഉണ്ടായിരുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലല്ല, നമ്മുടെ വിളക്ക് നടക്കുന്ന സ്ഥലത്ത് അന്നദാനം ഉണ്ട്. അപ്പം നമ്മളിതാ കെട്ടുനിറയ്ക്ക് വേണ്ടി പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മളൊരു 9:30-9:45 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിയാകുമ്പോഴാണെന്നാണ് കെട്ടുനിറ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയതും വളരെ 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 നേരത്തെയായി. എന്താ പറയുക, നമുക്ക് 5ാമത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മുടെ കെട്ടുനിറ ഉണ്ടായിരുന്നത്. അപ്പോൾ ആമിക്കുട്ടിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേഷനൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന ടൈമിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. 43 പേരാണ് കേട്ടോ മലയ്ക്ക് പോണത്, നമ്മുടെ അയ്യപ്പ വിളക്കിൻ്റെ അവിടെ നിന്ന്. പക്ഷേ ഇവിടുന്ന് കുറച്ച് പേരുടെ കെട്ടുനിറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം നമ്മുടെ വായനശാലയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കെട്ടുനിറ ഉണ്ടായിരുന്നത്. അപ്പോൾ ആമിക്കുട്ടിക്ക് പിന്നെ ഇങ്ങനെ വിസ്തരിച്ച് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആമിക്കുട്ടിക്ക് ഇങ്ങനെ ഓടി നടക്കണം. ആരുടെ ഒക്കത്ത് ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം ഇരുന്നതിനപ്പോൾ അവൾക്ക് നിലത്തിറങ്ങി ഓടി നടക്കണം. നമ്മൾ എത്തിയപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കെട്ടുനിറ കഴിയണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാമെന്ന്. നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാലയിടാൻ വന്ന ടൈമിൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പുഴയിൽ. പെട്ടെന്ന് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തിരുവഞ്ചിക്കുഴിയുടെ പരിസരത്ത് ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി, അതിൻ്റെ അമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. പട്ടിക്കുട്ടി ഭയങ്കരമായിട്ട് മെലിഞ്ഞിറക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അമ്മുചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോ ടീമിന് കെട്ടുനിറ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സെറ്റായിട്ടാണ് കെട്ടുനിറക്കെ ഇരിക്കണത്. അവരുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അവിടുന്ന് ഞാനും അമ്മമ്മയും ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഏട്ടൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല എന്നല്ല, അമ്മയ്ക്ക് ലീവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ കൊണ്ടച്ചാക്കാനും ആരും ഉണ്ടാവില്ല. പിന്നെ അമ്മയ്ക്ക് വന്നതിന് ഏട്ടൻ്റെ കൂടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, ടൈം കിട്ടത്തില്ല. അമ്മയ്ക്ക് ആകെ 3 ദിവസം ലീവുള്ളൂ. അത് കാരണം ഏട്ടൻ പോയി വന്നിട്ട് അമ്മേനെ കൂട്ടി കൊണ്ടുവരണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കെട്ടുനിറ കണ്ടാലോ. മതി.
നല്ല സ്റ്റൈലാക്കി അബിനെ വിളിക്കാം. അബി 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 ആ അബിനിക്ക് ഇച്ചിരി കയറിയിരിക്കാൻ പറയാം. അബി എടുത്ത് കുറച്ച് കയറി. നിങ്ങളത്ര പൊക്കെ ഞാനുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ കെട്ടുനിറയ്ക്ക് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കെട്ടുനിറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 12:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആമിക്കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രസാദൂട്ടിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്നദാനത്തിൻ്റെ അവിടേക്ക്. പക്ഷെ നല്ല വെയിലത്ത് ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോൾ കഴിക്കേണ്ടെന്ന് വരെ തോന്നിയിട്ട് നമ്മളിങ്ങനെ തണലത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് കുട എടുത്ത് വരാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. കുട എടുത്ത് വരാൻ വേണ്ടി പോയപ്പോണ്ട് എല്ലാവരും ശരണം വിളിച്ചിട്ട് നേരെ നമ്മൾ വായനശാലയുടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അവരുടെ ഒപ്പം തന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അവരുടെ കൂടെ നടന്നു കേട്ടോ. എന്താ പറയുക, നല്ല വെയിലായിരുന്നു. ഈ വെയിലത്ത് ഭക്ഷണം കഴിക്കുക അങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അയ്യോ എന്തോ പോലെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നഴ്സറിയുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ അവസാനം എല്ലാവരും വെയിലത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അവസാനം ടോക്കൺ കൊടുത്തിട്ടായി ഭക്ഷണം കൊടുക്കൽ. അങ്ങനെയൊക്കെ ഓരോന്നായി. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, നമ്മുടെ സർഗം ക്ലബിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവരിപ്പോൾ കെട്ടുനിറ കൊണ്ട് വെക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിയിൽ പരിപാടിയുടെ സമയത്ത് എല്ലാവരും കൂടിയിട്ട് കെട്ടുനിറ നമ്മുടെ അയ്യപ്പൻ്റെ അവിടുത്തെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറേ നേരത്തെ നിൽപ്പിന് ശേഷം നമുക്കതാ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ആമിക്കുട്ടി കരഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. അവൾക്കിങ്ങനെ ഈ വെയിലത്ത് നിൽക്കണത് ഇങ്ങനെ ക്യൂ നിൽക്കണമെന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. ഞാൻ എന്തായാലും വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. അച്ചാറും എലിശ്ശേരിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കായുപ്പേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി മോര് കൂട്ടാനൊക്കെ കൂട്ടി ഞാൻ ചോറിനിട്ടെ. നൈറ്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. ടാറ്റാ.